അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞു കൊടുത്തു, നരകത്തിന്റെ കനൽക്കട്ടകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട 2 ചെരുപ്പുകൾ നരകത്തിന് അവകാശപ്പെട്ട ഒരു മനുഷ്യന്റെ കാലിലേക്ക് അണിയിക്കപ്പെടുകയാണ്. ഏറ്റവും ചെറിയ ശിക്ഷയായി പറയുന്നത്, നരകത്തിന് അർഹതപ്പെട്ട മനുഷ്യന്റെ 2 കാലുകളിലേക്ക് നരകത്തിന്റെ കനൽക്കട്ടകളായ തീക്കട്ടകളായ കനലുകളെ കൊണ്ട് കട്ടകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട 2 ചെരുപ്പുകൾ കൊണ്ടുവന്ന് അണിയിക്കുകയാണ്. ആ 2 ചെരുപ്പിന്റെ ഗാംഭീര്യത കൊണ്ട്, അതിന്റെ വീര്യം കൊണ്ട്, അതിന്റെ ശക്തി കൊണ്ട് ആ ചെരുപ്പ് ധരിച്ച മനുഷ്യന്റെ തലച്ചോറ് പോലും തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് വരും. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉരുകി ഒലിച്ചു പോകും. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇതാണ് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ 2ാമത്തെ കവാടത്തിലൂടെ കടന്നുപോകുന്ന സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാത്ത സഹോദരങ്ങളെ കുറിച്ചാണ് നാം ഇന്നലെ ചർച്ച ചെയ്ത് നിർത്തിയത്. 3ാമത്തെ നരകം, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദാ ഫീ അമദിൻ മുമദ്ദദാ. നരകത്തിന്റെ 3ാമത്തെ കവാടത്തിന്റെ പേര് ഹുതമ എന്നാണ്. ഹുതമ ആരാണ്? ഹുതമയിൽ കടന്നു പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പ് കരുണക്കടലാര പടച്ചുറമ്പുരാൻ ആ ഹുതമയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ഹുതമ എന്ന് പറയുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചഴക്കപ്പെടും, വലിച്ചെറിയപ്പെടും, അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. തങ്ങളെ വമാ അദ്റാക മൽ ഹുതമ. നരകത്തിന്റെ 3ാമത്തെ കവാടമായ ഹുതമ അത് എന്താണെന്ന് നബിയെ അവിടത്തേക്ക് അറിയുമോ? ഹുതമ എന്തൊരു നരകമാ, അതിലെരിയുമേ കഥ കഴിയുമേ, എരിയും രസതത് വീണ്ടും കൂടിടും, മുറിഞ്ഞിടാതമൽ ചെയ്യണേ അറിയണേ, നരനരകമിൻ്റെ ഇടറകളെയും തുറക്കുമേ, കടക്കുമേ അതിലെരിയുമേ നിങ്ങൾ ഔവലതിൽ ജഹന്നമേ. നബിയേ, നരകത്തിന്റെ 3ാമത്തെ കവാടമാകുന്ന ഹുതമയുണ്ടല്ലോ, ആ ഹുതമ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആ ഹുതമയ്ക്ക് തീ കൊളുത്തിയതിനു ശേഷം ആ തീയിൽ ഒരൽപ്പം പോലും അണഞ്ഞിട്ടില്ല നബിയേ. ആ തീയിൽ നിന്ന് ഒരൽപ്പം പോലും കുറഞ്ഞിട്ടില്ല. ആളി പടർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ, പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ ഹുതമ എന്ന് പറയുന്ന നരകത്തിന്റെ 3ാമത്തെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ നിന്ന് ഒരൽപ്പം പോലും ചോർന്നു പോയിട്ടില്ല നബിയേ. ആരാണതിൽ കിടക്കുന്നത്? സൂറത്തുൽ ഹുമസ പരിശോധിക്കുമ്പോൾ അതിന്റെ അവസാനമാണ് ഹുതമയെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ ആയത്ത്. അതിന്റെ ആദ്യം പറയുന്നുണ്ട്, ആരാണ് ഹുതമയ്ക്ക് അർഹതപ്പെട്ടവരെന്ന് പറയുന്നുണ്ട്. വൈലുല്ലി വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസാ. കുത്തി സംസാരിക്കുന്നവരും പരിഹസിക്കുന്നവരും, പരസ്പരം പരിഹസിക്കുന്നവരും കുത്തി സംസാരിക്കുന്നവരും കളിയാക്കുന്നവരുമാണ്. അവരാണ് ഏറ്റവും വൃത്തിഹീനമായ നരകത്തിന്റെ 3ാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നവർ, അഥവാ നാവിനെ സൂക്ഷിക്കാത്തവര്. ഇലക്ഷനൊക്കെ വരികയാണ്. ഏതൊക്കെ മോഡലിലാണ്? നല്ല മനോഹരമായ മാപ്പിളപ്പാട്ടിന്റെ മോഡലിലാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ പാട്ടെഴുതുക. ഞാന് പെരുമ്പാവൂർ ഒരു വാതിന് പോയപ്പോ എടപ്പാൾ ബാബു എന്ന് പറയുന്നൊരു
ഒരു പാട്ടുകാരനുണ്ട്. അയാളുടെ ഒരു പാട്ട് കേട്ടു. ആ പാട്ടിനെ തിരിച്ചിട്ട് അവിടെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പാടുന്നതും കേട്ടു. എടപ്പാള് ബാബു ആദ്യം പാടിയ പാട്ട് വളരെ മനോഹരമായ പാട്ടാണ്. ഞാൻ എൻ്റെ റസൂലിനെ കനവിൽ കണ്ടേ, ഞാൻ എൻ്റെ നബീനെ നിനവിൽ കണ്ടേ. ഇത് മനോഹരമായ പാട്ടാണ്. പ്രവാചക പ്രേമികൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ വലിയ രസമാണ്. ഇതിനെ തിരിച്ചിട്ടിട്ട് പാടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൊലി വിരിഞ്ഞു പോകുന്ന രീതിയിൽ, തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പാടുക. നമുക്ക് ഒരു അല്പം പോലും വിശ്വാസത്തിന്റെ കണുക ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മളൊന്നും അത് ചെയ്യരുത്. നമുക്ക് ചേർന്ന പരിപാടിയല്ല. അള്ളാഹു കാക്കട്ടെ. അതുപോലെ ഫസാദ് പറയലും ഇബത്ത് പറയലും മറ്റുള്ളവരെ കളിയാക്കലും കുറ്റപ്പെടുത്തലും, അങ്ങനെ നാവ് കൊണ്ട് അള്ളാഹു സംസാരശേഷി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് അനാവശ്യമായ രീതിയിലൂടെ ശബ്ദം ചെലവഴിക്കുന്ന വിഭാഗത്തിന് അള്ളാഹു കൊടുക്കുന്നത് നരകത്തിന്റെ 3ാമത്തെ കവാടമാണ്. സഹോദരിമാര് ശ്രദ്ധയോടെ കേൾക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് വളഞ്ഞിരുന്നുകൊണ്ട് സംസാരിക്കുന്നവരെ, മതിലിന്റെ പുറത്ത് നിന്ന് ഇപ്പുറത്തുള്ള സഹോദരിയെ മാടി വിളിച്ചുകൊണ്ട് നൂറുകണക്കാറ് ഫസാദ് പറയുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നാവുണ്ടല്ലോ, ആ നാവ് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സംസാരിക്കാനുള്ളതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതാനുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകുനൂ മഅസ്സാദിഖീൻ. അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വകുനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ ആവുകയും ചെയ്യുക. എന്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എത്ര പേരോട് നമ്മുടെ ഈ നാവ് കൊണ്ട് എത്ര പേരെ കളിയാക്കി, എത്ര പേരെ പരിഹസിച്ചു. തമാശ പറയാം, പക്ഷെ അതിന് ചില അതിർവരമ്പുകളും പരിധികളുമുണ്ട്. നബിതങ്ങൾ തമാശ പറഞ്ഞിരുന്നു, സഹാബികൾ തമാശ നബിതങ്ങളോട് പറഞ്ഞിരുന്നു, ഭാര്യമാരോട് നബിതങ്ങൾ തമാശ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കുന്ന തമാശയ്ക്ക് ഒരു പരിധിയുണ്ട്. ഒരു ഭർത്താവ് പറഞ്ഞത്, ഉസ്താദേ ഭാര്യ എന്നെ പിച്ചാത്തിയുടെ ഈ ഇത് പിടിയുണ്ടല്ലോ അത് വെച്ച് ഇവിടെ നെഞ്ചിൽ ഇടിച്ചു കൊടുത്തു അത്ര. ഞാൻ ചോദിച്ചു എന്താ ഇപ്പൊ കാരണം? അപ്പൊ ആ ഭർത്താവ് പറഞ്ഞത്, തമാശയൊക്കെ പറയുന്നത് നല്ലതെന്ന് കരുതിയിട്ട് ഞാൻ എന്റെ ഭാര്യയെ ഒന്ന് തമാശ പറഞ്ഞു നോക്കിയതാ. എന്താ പറഞ്ഞെന്നറിയോ? ആ ഭാര്യയുടെ വാപ്പ ചെറിയ മുണ്ടലുള്ള ആളാ. അപ്പൊ ഭാര്യയുടെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ ഇങ്ങനെ കണക്കോ എന്നല്ലേ നടക്കുന്നത് കാണിച്ചു. അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഈ പ്രിയപ്പെട്ട ഭാര്യക്കറിയാം തന്റെ പിതാവ് തനിക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളും തന്റെ പിതാവ് തനിക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടുകളൊക്കെ ഈ പ്രിയപ്പെട്ടവൾക്കറിയാം. അതുകൊണ്ട് ഭർത്താവ് കളിയാക്കിയപ്പോ സഹിച്ചില്ല, കയ്യിലിരുന്ന പിച്ചാത്തിയുടെ മൂട് കൊണ്ട് ഇടിച്ചു കയറ്റി കൊടുത്തു. നമ്മളും തമാശ പറഞ്ഞു ഭാര്യ ചിരിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലൂടെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തമാശയാവരുത് നമ്മൾ പറയാനുള്ളത്. ഇന്ന് പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ ടിൻഡു മോൻ കോമഡി. ഏത് മൊബൈൽ എടുത്ത് നോക്കിയാലും ഉണ്ട്, ഏത് മൊബൈൽ എടുത്ത് നോക്കിയാലും ടിൻഡു മോന്റെ കോമഡി ഇല്ലാതില്ല. ഇതൊക്കെയാണ് നമ്മുടെ സഹോദരങ്ങൾ ആദ്യം തന്റെ 16ഉം 17ഉം വയസ്സായ പെൺകുട്ടികൾക്ക് ആദ്യം ടിൻഡു മോന്റെ കോമഡി അയച്ചു കൊടുത്തിട്ടാണ് അവസാനം അതിനകത്തൂടെ എന്തെങ്കിലും സെക്സ് വാക്കുകളൊക്കെ കയറ്റി വിടുമ്പോൾ ആ പെൺകുട്ടി തിരിച്ചതുപോലെ അയക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാം അപ്പൊ കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച ലെവലിലുള്ള ആള് തന്നെ എന്ന് പറഞ്ഞാണ് വീണ്ടും പിന്നെ പ്രണയത്തിലേക്കും അടുപ്പത്തിലേക്കൊക്കെ വരുന്നത് ടിൻഡു മോനിലൂടെയാണ്. അതുപോലെ വേറെയും ഒരുപാട് തമാശയെന്ന് നിങ്ങൾ കരുതും. രാത്രി ഇങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ മെസ്സേജ് വരും, മെത്ത കുടഞ്ഞിട്ടാണോ കിടക്കുന്നത്, മെത്തയുടെ അടിയിൽ വിഷസർപ്പം കയറിയിരിക്കുകയാണെങ്കിൽ 1 മണിക്കാണ്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മെത്ത എടുത്ത് കുടയും, മെത്തയുടെ മണ്ടേ കുഞ്ഞു കിടക്കായിരുന്നു, കുഞ്ഞു തറയിലും ഒന്ന് വീഴും. അതുപോലെ ഈ ഫാൻ അഴിഞ്ഞ് നിന്റെ മണ്ടയിലോട്ട് വീണാനുള്ള രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയ മെസ്സേജ് വരിക രാത്രി പാതിരാ സമയത്ത്. ഇതൊക്കെ മനസ്സിന് വേദനിപ്പിക്കുന്ന മെസ്സേജുകളാ, അയാളെ ഉറക്കം കെടുത്തുന്ന. ഇതൊക്കെ തമാശയാണെന്ന് നമ്മൾ കരുതരുത്. ഇതൊക്കെയാണ് വലിയ തമാശ എന്നാണ് നമ്മിൽ പലരും കരുതിയിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഗൗരവത്തോടെ ചിന്തിക്കണം. നല്ല നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന മനോഹരമായ തമാശകളുണ്ട്. അള്ളാന്റെ ഹബീബ്, സഹാബികൾ അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിനപ്പുറം ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തമാശകൾ പറയാൻ പാടില്ല. അതുപോലെ കളിയാക്കലും വസാദ് പറയലും ഈവത്ത് പറയലും നാവിനെ സൂക്ഷിക്കണം. നമ്മൾ അതൊക്കെ ഒഴിവാക്കിയേ പറ്റൂ. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞു, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു പള്ളിയുടെ ചുറ്റുവട്ടത്തിരുന്ന് കറങ്ങി നടക്കുമ്പോൾ ഇശാ നിസ്കാരത്തിന്റെ ബാങ്ക് വരെയുള്ള സമയം
നാടിലുള്ള എത്രയോ കാര്യങ്ങളാണ് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത്. കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന് കിങ് വീഡിയോ ഇങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് നാട്ടിലുള്ള മുഴുവൻ സഹോദരികളുടെയും ചർച്ച, നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും ചർച്ച, ഇതെല്ലാം നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ വീഡിയോ അങ്ങോട്ട് കൊളുത്തിയിട്ട് പള്ളിക്കകത്തിരിക്കുന്ന തവാറക്കല്ലതി ഓതന ഉസ്താദിനെ കൊതു ഓടിക്കാതിരിക്കാൻ വേണ്ടി അകത്തേക്ക് ഊതി വിട്ടുകൊടുക്കും. പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമാണ്. ഇശാനിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ലൈറ്റ് കൊടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പോകുമ്പോഴും ഇതുപോലെ ഫസാദ് മൈബത്തും പറഞ്ഞാണ് വീട്ടിലേക്ക് ചെല്ലുക. സഹോദരിമാരോ, രണ്ട് സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുന്നത്. ഇരുതീ ചേർന്നാൽ വലിയൊരു തീയാണ്, ഇരു സ്ത്രീ ചേർന്നാൽ ഉലകിൽ തീ. രണ്ട് സ്ത്രീകൾ ചേർന്നാൽ രണ്ട് തീ ചേരുമ്പോ വലിയ തീയാകുന്നത് പോലെ രണ്ട് സ്ത്രീകൾ ചേർന്നിരുന്നാൽ ലോകം മുഴുവനും കത്തിപ്പോകുമെന്നാണ്. നാവിനെ സൂക്ഷിക്കണേ, നാവിനെ സംരക്ഷിക്കണേ. മോശമായത് പറഞ്ഞുകൊണ്ട്, നാവ് കൊണ്ട് അനാവശ്യമായത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ പച്ചമാംസം കഴിച്ചിറക്കല്ലേ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ആ നാവ് കൊണ്ട് നമുക്ക് മനോഹരമായ ദിക്റുകൾ ചെല്ലാം, ആ നാവ് കൊണ്ട് നമുക്ക് എത്ര സലാത്ത് ചെല്ലാം, ആ നാവ് കൊണ്ട് നമുക്ക് ഖുർആൻ ഓതാം, ആ നാവ് കൊണ്ട് നമുക്ക് എത്രയോ നല്ല നല്ല ഉപദേശങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം. അല്ലാഹു നാവിനെ സൂക്ഷിക്കാൻ, നാവിനെ സംരക്ഷിക്കാൻ കരുണക്കടലാറ പടച്ചതമ്പുരാ നമുക്ക് ഭാഗ്യം തരട്ടെ. അപ്പൊ മൂന്നാമത്തെ കാര്യം നാവിനെ സൂക്ഷിക്കലാണ്, നാവിനെ സംരക്ഷിക്കലാണ്. നരകത്തിന്റെ മൂന്നാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നവര് അവര് നാവ് കൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്നവരാണ്, കളിയാക്കുന്നവരാണ്. നാലാമത്തതോ, നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര് ഇസ്മുഹു സഈർ. സഈർ എന്നാണ് നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര്. ഈ സഈർ എന്ന് പറയുന്ന കവാടത്തിൽ കടന്നു പോകുന്നത് ഒരു വിഭാഗമല്ല, ഖുർആൻ പറയുന്നത് രണ്ട് വിഭാഗമാണ്. സഈർ എന്ന് പറയുന്ന നരകത്തിന്റെ നാലാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത് രണ്ട് വിഭാഗമാണ്. അതിലൊന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാ വഅന്നഹു യുളില്ലുഹു വയഹ്ദീഹി ഇലാ അദാബി സഈർ വയഹ്ദീഹി ഇലാ അദാബി സഈർ. സഈർ എന്ന നാലാമത്തെ കവാടത്തിൽ കടന്നു പോകുന്ന വിഭാഗം ഒന്നാമത്തെ വിഭാഗം ആരാണ്? പിശാചിന്റെ കാലടികളെ പിൻപറ്റുന്നവരാണ്. കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാ, രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആര് പിശാചിന്റെ കാലടികളെ പിൻപറ്റുന്നുവോ വഅന്നഹു യുളില്ലുഹു, അവനവരെ വഴിപിഴപ്പിക്കുന്നതാണ്. മാത്രമല്ല വയഹ്ദീഹി ഇലാ അദാബി സഈർ, ആളി കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമെന്നാണ്, സഈറിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമെന്നാണ്. പിശാചിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്ലീസിന്റെ ഉപദ്രവം നല്ലതുപോലെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ പള്ളിക്കകത്തും പുറത്തും നാട്ടിലും നാട്ടിനകത്തും വീട്ടിനകത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിശാച് വിശ്വാസികളുടെ സന്തത സഹചാരിയായി മാറുന്നത് കൊണ്ടാണ്. ഒന്നാമത് പിശാച് എപ്പോഴാണ് കടന്നു വരുന്നത്? ഭാര്യ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിന്റെ ഇടപെടൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ പിശാച് ഓടി ഒളിക്കുന്നതാണ്. രണ്ടാമതെപ്പോഴാണ് പിശാച് ഓടി ഒളിക്കുന്നത്? ഒരു കുഞ്ഞു പിറന്നു വീണാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം 10 പിശാച് പിറന്നു വീടുമെന്നാണ്. ആ സമയത്ത് ആ കുഞ്ഞിന്റെ ഉപ്പയോ കുഞ്ഞുമാറി ഏറ്റവും വേണ്ടപ്പെട്ടവരോ വന്ന് ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിലേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു
അക്ബർ എന്ന ബാങ്ക് വിളിച്ചു കൊടുക്കുമ്പോ പിശാച് ഓടി ഒളിക്കുമെന്നാണ്. എന്നിട്ട് ആ പിശാച് ജീവിതത്തിൽ മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമെന്നാണ്. ആദ്യം മുതൽ തന്നെ പിശാച് നടത്തി മനുഷ്യപിതാവായ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആ സംഭവം നല്ലതുപോലെ അറിയാം. നാഗപ്പതിയില്ലാതെ നബീനല്ല പടച്ചാണ്, ഏക പഴം തിന്നരുതെന്നിറയോനറിയിച്ചാണ്, അന്നേ പീറകെ മല്ലൂനവിടുന്ന് ചതിച്ചാണ്. വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴം നിങ്ങളെടുത്ത് തിന്നാത്ത് ജന്നാത്ത്, കണ്ണിലുള്ള കനീവൊക്കെയിലും മികജാതിയാണ്, ഇതിനാദരയുമയാതൊരാൾ മടിക്കാതെ എന്നുമേ പാടി അമ്മുശില്ലവരാടി ചെന്നുപഴം പറിച്ചോടി വന്നു മുറിച്ചത് കൂടി ചിന്നവ സങ്കല സങ്കര് ചുങ്കിയും ചങ്കയിള വിളങ്ങി വിശുങ്കിയും ആകെ ചുറ്റലകത്തിന് കത്തനമായി തിരുമിത്തരുമത്തിരിമുത്ത് നബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആറം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കുകൾ മുക്കിയ മക്കനകർക്കതിരിക്ക ഹബീബുള്ള. എത്ര നാളായി ഇങ്ങനൊരു പാട്ട് കേട്ടിട്ടല്ലേ? ഇന്നെല്ലാം കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ, നീ കൊഞ്ചിക്കളിക്കല്ലേ പെണ്ണെ, റാത്തീവിനിങ്ങനെ ആടണ കണക്കാ. ഇതൊക്കെ കേട്ട് കേട്ട് ഉപ്പാപ്പ വരെ ഇശാംസ്കാരം കളഞ്ഞിട്ട് ഇപ്പൊ മെസ്സേജ് അയക്കാൻ പോവാ. പെട്രോമാന്റെ മെസ്സേജ് ഓടി പോവില്ല, ഒരു ഓടുക. അതാണ് ഏറ്റവും നല്ല മുഞ്ചുള്ള പാട്ടെന്ന്. ഇത് ബോയിൻകുട്ടി വൈദ്യർ എഴുതിയത് വെറുതെ അല്ല, ഇതിന്റെ 4 വരികളിലൂടെ ഒരു ഇസ്ലാമിക ചരിത്രമാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. ആലോചിച്ച് നോക്കി. അല്ല വെറുതെ കത്തിരി മുത്തിരി എന്ന് പറഞ്ഞതല്ല, ഒരുപാട് കാര്യം ഇതിനകത്ത് പഠിക്കാനുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പിശാച് ഒന്നാമത്തെ ശ്രമം നടത്തിയില്ലേ, അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ, വിശദീകരിക്കുന്നില്ല. അവിടെ മുതൽ ഇബ്ലീസ് ശ്രമം നടത്തിയിട്ട് സകല മനുഷ്യരുടെയും സകല പ്രവാചകന്മാരുടെയും സകല സഹാബത്തിന്റെയും മുമ്പിലേക്ക് ചെന്നില്ലേ പിശാച് നരകവുമായി. അവർക്ക് നരകം കൊടുക്കാൻ ആണിന്റെയും പെണ്ണിന്റെയും പിന്നാലെ പിശാച് നടന്നില്ലേ. ഇന്ന് നമ്മോടൊപ്പവുമില്ലേ? നമ്മോടൊപ്പവുമുണ്ട്. 17കാരിയുടെ പുഞ്ചിരിയുടെ രൂപത്തിലും മൊബൈലിനകത്തുള്ള ബ്ലൂ ഫിലിമിന്റെ രൂപത്തിലും റഹ്മാന്റെ രൂപത്തിലുമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, പിശാച് പല രൂപത്തിലും കോലത്തിലും വന്നു മനുഷ്യ മനസ്സിന്റെ മസ്തിഷ്കത്തിലേക്ക് നരകത്തിന്റെ തീക്കനൽ കോരിയിട്ടുകൊണ്ടിരിക്കുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അള്ളാഹുവിനോട് എപ്പോഴും കാവല് തേടണം. എന്നാലും പാടാണ്. ഒരു ദിവസം ഒരാള് രാവിലെ 100 പ്രാവശ്യം, രാത്രി 100 പ്രാവശ്യം. രാവിലെ 100 രാത്രി 100 2 പ്രാവശ്യവും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അള്ളാഹുവിനോട് ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവല് തേടിക്കൊണ്ടിരിക്കുക. അയാള് ഒരു മതിലിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോ ഇബ്ലീസ് ഇങ്ങനെ ഒരു വേറെ വേഷത്തിൽ, ഇത് വേഷമൊക്കെ മാറി നല്ല ദാടിയും തലക്കെട്ടൊക്കെ ഉള്ള ഒരു വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്നൊന്ന് മാറിക്കിടക്കണമെന്ന്. അയാൾ ചോദിച്ചു, അതെന്താ? നിങ്ങൾ മാറിക്കിടക്കുമ്പോ അറിയാന്ന് പറഞ്ഞു. അയാൾ മാറിക്കിടന്നിട്ട് മതിലിടിഞ്ഞു വീണു. അപ്പൊ ഈ കിടന്നയാള് ചാടി എഴുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൊച്ചല്ലായാണെന്ന് തോന്നുകയാണല്ലോ. സാധാരണ നമ്മളിങ്ങനെ ഇരട്ട പേരിട്ട് പറയും, കരുനാക്കൊക്കെ ഉള്ളവരെ നീ കൊച്ചല്ല ആടി എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ കൊച്ചല്ല. അയാൾ പറഞ്ഞു, ഞാൻ കൊച്ചല്ല എന്നുമല്ല. ഒരു ദിവസം എന്റെ ഉപദ്രവം നിനക്കുണ്ടാവാതിരിക്കാൻ അള്ളാഹുവിനോട് 200 പ്രാവശ്യമാണ് നീ അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്നത്. ഞാൻ സാക്ഷാൽ ഇബ്ലീസ് ആണെന്ന് പറഞ്ഞപ്പോ ഇയാളിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇയാള് ചോദിച്ചു, ഇബ്ലീസേ അടയാ നീ സെറ്റപ്പായി, നന്നായല്ലോ, രക്ഷപ്പെട്ടല്ലോ, ഇപ്പൊ പഴയതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക്, നീ ഇപ്പൊ നല്ല ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്നെന്ന് തോന്നുന്നു, എന്നെ സന്തോഷമായിട്ട് മാറ്റിക്കിടത്തി. ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, എടാ പായ, ഞാൻ നന്നായത് കൊണ്ടൊന്നുമല്ല. ഒരാള് വെറുതെ ഈമാനുള്ള നിസ്കാരമുള്ള ഒരാള് മതിലിടിഞ്ഞ് വീണു മരണപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ അങ്ങനെ ഓസിനി ഷഹീദ് ഉണ്ടാക്കണ്ട, മാറിക്കിടന്നോ. 200 പ്രാവശ്യം കാവല് ചോദിച്ച ആളാ ഓസിന് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റിക്കിടത്തി. അപ്പൊ നമ്മളോ? ഒരു ദിവസം നമുക്കൊരു 10 പ്രാവശ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ പറ്റും. പിശാചിന്റെ കാവലിന് വേണ്ടി അള്ളാഹുവിന്റെ ഖുർആൻ സമ്മാനിച്ച ഏറ്റവും വലിയ മന്ത്രം എന്തെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ഈ ആയത്തുൽ ഖുർസി പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ ഖുർആൻ തരുന്ന മന്ത്രമാണ്. +2 പഠിക്കുന്ന പരീക്ഷയാറ് പ്രിയപ്പെട്ട പെങ്ങളെ,
ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് പിശാചിന്റെ ബാധയാണ്, നിനക്ക് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, തലവേദനയാണ്, തലചൊറിച്ചിലാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും വേണ്ട, പഠിക്കാൻ പറ്റുന്നില്ല. ഉടനെ ഉമ്മ പറയും അപ്പുറത്തെ സൈനബ ചെയ്ത പണിയാ, എന്റെ മോക്ക് എല്ലാത്തിനും മാർക്ക് കൂടുതലായതുകൊണ്ട് അവള് ചെയ്ത പരിപാടിയാ, അതുകൊണ്ടാണ് ഇപ്പൊ മോക്ക് പഠിക്കാനിരിക്കുമ്പോ തലവേദന. ശൈത്താൻ തലേക്കേതിന്റെ ഒന്നാമത്തെ ആളാൻ താത്തമാര് യാസീൻ ഓതുമ്പോ കാണാം, കിബിലയിലേക്ക് കാലം നീട്ടിയിരുന്ന് യാസീൻ മുക്ക് എടുത്ത് യാസീൻ ഓതുമ്പോ യാസീൻ എന്ന് പറയുമ്പോ തന്നെ ഈ കൈ ഇങ്ങനെ പോകും. ഒരു മുബീൻ തീരുമ്പോ 10 പേര് ഷഹീദാവും. ഇതെന്ത് യാസീൻ ഓതല, ആരെ ബോധ്യപ്പെടുത്താനാ? അപ്പൊ ഇത് പിശാച് തലേ കയറിന്റെ അടയാളമാ. ഒന്നിനും ഒരു ബോധവുമില്ല. യാസീൻ ബുക്കാണ് ഓലക്ക് തവണ കയ്യിരിക്കുന്നത്, ഒന്നും അറിയില്ല. പിന്നെന്താ? പിശാചു വരച്ച വരയിൽ മനുഷ്യ മക്കളാരെ എന്നെയും നിങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോ രക്ഷപ്പെട്ടേ പറ്റൂ. ഒരിക്കൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിശാചിനെ കണ്ടു. പിശാചിനെ കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ശൈത്താനെ നിന്നെ ഞാൻ വിടൂല, ശപിക്കപ്പെട്ടവനാര ഇബ്ലീസ്, നിന്നെ ഞാൻ വിടൂലടാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്ലീസിനെ പിടിച്ചു വെക്കുകയാണ്. ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബിയേ, എന്നെ നിങ്ങൾ വെറുതെ വിട്ടാൽ നിങ്ങൾക്ക് ഞാനൊരു ഇൽമു പറഞ്ഞു തരാം. എന്നെ നിങ്ങൾ വെറുതെ വിട്ടാ മൂസാ നബിയെ നിങ്ങൾക്ക് മനോഹരമായ ഇൽമു ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ മൂസാ നബി ചോദിക്കുന്നു, നീ എന്താ പറഞ്ഞു തരാൻ പോകുന്നത്? ആ സമയത്താണ് ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബിയോട് വാള് പറഞ്ഞു കൊടുക്കുന്നത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാന്റെ ശാപം കിട്ടിയ ആളാണെങ്കിലും വലിയ അറിവുള്ള ആളായിരുന്നു. ചേകന്നൂർ ആരായിരുന്നു? ചേകന്നൂരിനെ പോലെ കിതാബ് തിരിഞ്ഞ ആള് ലോകത്തില്ല. പക്ഷേ കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞുപോയി. കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞു. നിസ്കാരം 3 വഖത്തേ ഉള്ളെന്ന് പറഞ്ഞു. ഇപ്പോഴും ഉണ്ട് ചേകന്നൂരിന്റെ ആൾക്കാർ 3 വഖത്ത് നിസ്കരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, വെറുതെ പറഞ്ഞല്ല. അപ്പൊ ഒരുപാട് അറിവുണ്ടായിട്ട് കാര്യമില്ല. കാരണം ഗുരുത്വവും പൊരുത്തവുമാണ് അറിവ് ഉപയോഗപ്പെടുന്നത്, അറിവ് നാഫിയാകുന്നതിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു മഹലിൽ സേവനം ചെയ്താൽ അവസാനം കിട്ടുന്നത് എന്താണ്? മതിലൊട്ടിക്കുന്ന കുറെ നോട്ടീസുകളാണ്. 2 കൊല്ലം ഉസ്താദ് മാറിപ്പോകുമ്പം ഇബ്രാഹിക്കാരെ മോള് അവിച്ച ജാമും കൊണ്ടുവരുമായിരുന്നു, സുലൈമാൻ കാക്കാരെ മോള് പുളിമുളകും കൊണ്ടുവരുമായിരുന്നു. അതൊക്കെ പിന്നീടാണ് അറിയുന്നത്. 2 കൊല്ലം ഇരുന്നപ്പോൾ ആരും അറിഞ്ഞില്ലായിരുന്നു. അന്ന് മൊയിലാരെ ഊറ്റി എടുക്കുക, എല്ലാത്തിനും നല്ല ഉഷാറായിരുന്നു. അപ്പോ അത് ഉസ്താദുമാരാ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മളൊരു മഹലിൽ ഇരിക്കുമ്പോ ഗൗരവത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് പറയാം, ഒരു മഹലിൽ ഞാനോ നിങ്ങളോ ഖതീബായിട്ട് കയറിയാൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് പേര് അവിടെ. ഒന്നാമത്തെ ദിവസം തന്നെ ഖുതുബയും പ്രസംഗവും കഴിഞ്ഞിറങ്ങുമ്പോൾ ആദ്യം ഒരാൾ വന്നിട്ട് പറയും, ഉസ്താദേ ഇതുവരെ ഈ പള്ളിയിൽ ഇതുപോലെ ഒരു ഖുതുബയും പ്രസംഗവും ആരും കേട്ടിട്ടില്ല. ഇങ്ങനെ പറയുന്ന ആളാണ് ആ മഹലിലെ ഏറ്റവും നമ്പർ 1 പാര. ഒരു സംശയം എഴുതിയിട്ടോ, നിങ്ങൾ എഴുതിയിട്ടോ, ഉറപ്പാണ് ആ കാര്യം. അവരുടെ പാര കാരണം പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വരും. അതൊന്നാമത്തെ. പിന്നെന്താ പ്രിയമുള്ളവരെ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി ചെയ്താൽ 2000 രൂപയാണെങ്കിലും 4000 ആണെങ്കിലും അതിന് വല്ലാത്ത പ്രതിഫലമാണ്. എന്നാൽ പണക്കാരുടെ ആസനം താങ്ങിയിട്ട് സിമ്പതിക്കു വേണ്ടി ചെയ്താലോ, പരിപാലകര് ചെയ്യുന്ന തെറ്റിനെ മൂടിവെക്കാൻ വേണ്ടി, പള്ളിയിലെ ജോലിയിൽ പിടിച്ചിരിക്കാൻ വേണ്ടി അല്ലാഹുവെ മറന്നുകൊണ്ട്, പ്രിയമുള്ളവരെ, പള്ളി പരിപാലിക്കുന്നവർക്ക് തലകുനിച്ചു കൊടുക്കുന്ന പണിയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു പൊറുക്കൂല മോനെ. കാരണം നമുക്ക് വലുതല്ലാഹുവാണ്, നമുക്ക് വലുതല്ലാഹുവാണ്, നമുക്ക് വലുതല്ലാഹുവാണ്. എത്ര വലിയ പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടാലും നമുക്ക് ഭക്ഷണം തരുന്നതാരാ? എത്ര വലിയ പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ നമുക്ക് എത്ര വലിയ രോഗം വന്നാൽ ആ രോഗം മാറ്റുന്നതാരാ? അതിന് ചികിത്സയ്ക്ക് പണം ചെലവഴിക്കുന്നതാരാ? അത് നമ്മൾ മറക്കല്ലേ. എവിടെയെങ്കിലും ഇരിക്കുമ്പോ പലിശക്കാര് വന്ന് തോളത്ത് കൈയിട്ടിട്ട് ഉസ്താദെ കത്തിച്ചോ
കാശ് ഞാൻ തരാ, നിങ്ങളുമിണ്ടല്ലേ, നിങ്ങൾ അവരോട് പോവല്ലേ, നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും ചെയ്യുന്ന മഹല്ലാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, പണക്കൊതിയന്മാരുടെ സിമ്പതിക്കു വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ കഷണിച്ചു കൊടുക്കുന്ന കാപാലികന്മാരായി മാറിപ്പോയ പണ്ഡിതന്മാരെന്ന പേരല്ല, ഫണ്ഡിഹിതന്മാരെന്ന പേര് തരേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് വേദനയോടെ പറയുന്നു, ലോകത്ത് നശിച്ചു പോരവരൊക്കെ അറിവില്ലാത്തവരായിരുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്രൂദ് എന്ന് പറയുന്ന സഹോദരന് അറിവില്ലാത്തത് കൊണ്ടല്ല, ഫിർഔന് അറിവില്ലാത്തത് കൊണ്ടല്ല, ശേഖന്നൂരിന് അറിവില്ലാത്തത് കൊണ്ടല്ല, ഇബ്ലീസിന് അറിവില്ലാത്തത് കൊണ്ടല്ല, മലക്കുകളുടെ ഉസ്താദായിരുന്നു ഇബ്ലീസ്. എന്നിട്ടെന്തേ അവസാനം മതപതനത്തിന്റെ പടുങ്കുടിയിലേക്ക് വന്നു വീണു. അതുകൊണ്ട് മൂസാ നബിക്കറിയാ, ഇബ്ലീസ് വാളു പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ മൂസാ നബിക്കറിയാം ഇബ്ലീസ് നശിച്ചവനാണെങ്കിലും അറിവുള്ളവനാണ്, നശിച്ചു പോയവനാണെങ്കിലും അറിവുള്ളവൻ. അങ്ങനെ മൂസാ നബിയോട് ഇബ്ലീസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാൻ നബി, എന്നെ ഉപദ്രവിക്കും. മൂസാ നബിയെ പേടിയാ, കാരണം ഒരൊറ്റയടിക്ക് കിബുത്തി വർഗത്തിൽപ്പെട്ട ഒരാളെ കൊന്നുകളഞ്ഞ ആളാ മൂസാ നബി. നമ്മളെ പോലെ ചക്കളത്തടിയും കൊണ്ട് നടന്നതല്ല. ഒറ്റയടിക്ക് ഒരാൾ കീഞ്ഞുപോയി, പിന്നെ ശ്വാസം ഉണ്ടോന്നൊന്നും നോക്കണ്ട, അപ്പോഴേ കൊണ്ടങ്ങ് അടക്കിയാൽ മതി. ഒരേ ഒരു അടി അടിച്ചു, ഒറ്റ അടി അടിച്ചിട്ടുള്ളൂ. ആലോചിച്ച് നോക്കി, അത് മൂസാ നബി. അസ്രായിലിനെ പോലും അസ്രായിലിന്റെ ശരീരത്തിലേക്ക് പ്രഹരം വെച്ചു കൊടുത്ത ഒരേ ഒരു പ്രവാചകൻ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മാത്രമാണ്. അതുകൊണ്ട് പിന്നെ എങ്ങനെ ഇബ്ലീസ് പേടിക്കാതിരിക്കും? ഇബ്ലീസ് പേടിച്ചപ്പോ ഇബ്ലീസിനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമ കാണിച്ചു. ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 3 കാര്യം പറഞ്ഞു തരാം. ഞാനൊരു മനുഷ്യനെ വലയിലാക്കുന്നത് 3 സമയത്താണ്. ഒരു മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത് 3 സന്ദർഭങ്ങളിലാണ്. ഒരു മനുഷ്യനെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കി വെക്കുന്നത് 3 സമയത്താണ് നബിയേ. ആ 3 സന്ദർഭങ്ങളിൽ മനുഷ്യൻ എന്നെ സൂക്ഷിച്ചാൽ, ആ 3 സമയങ്ങളിൽ മനുഷ്യൻ എന്നെ ശ്രദ്ധിച്ചാൽ അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുമ്പോ കൊതിയോടെ, ആർത്തിയോടെ, ആവേശത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, ആ 3 സമയങ്ങൾ എപ്പോഴാണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തഴവാകുറ്റിപ്പുറത്ത് നുസ്രത്തുൽ അനാം എന്ന പാവപ്പെട്ട സഹോദരങ്ങളുടെ സംഘടനയുടെ 2ാമത് വാർഷികത്തിന്റെ അത് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 സന്ദർഭത്തിൽ ഞാനും നിങ്ങളെ ഇബ്ലീസിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ 3 സമയത്ത് പിശാചിന്റെ പിന്തലമുറക്കാരായി മാറാതിരിക്കാ ഞാനും നിങ്ങളും ഗൗരവത്തോടെ പ്രവർത്തിക്കണേ. അതിൽ 1ാമത് എപ്പോഴാന്ന് ചോദിക്കുമ്പോ മൂസാ നബിയോട് പിശാച് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഒന്ന് കോപം വരുമ്പോഴാണ്, ഒന്ന് ദേഷ്യം വരുമ്പോഴാണ്. ദേഷ്യം വരുമ്പോ ഇബ്ലീസ് വരുമോ എന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ പലതും വിളിച്ചു പറയും നമ്മൾ. അവസാനം നമ്മൾ മെസ്സേജ് അയക്കും, അന്നേരം തോന്നിയ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞതാ, പൊരുത്തപ്പെടണം, കാര്യമില്ല. പള്ളിയുടെ പൊതുയോഗത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പൊതുയോഗത്തിനൊക്കെ പിന്നെ ഇപ്പോ കാശുകാർക്കും വലിയ വലിയ സ്ഥാനമുള്ളവർക്കൊക്കെ അല്ലേ സംസാരിക്കാൻ പറ്റും. പാവപ്പെട്ട ആരെങ്കിലും അസ്സലാമു അലൈക്കും, എനിക്കൊരു കാര്യം പറയണമെന്ന്, ആള് കൊള്ളാ, ഇവിടെ തെണ്ടി തിരിഞ്ഞ് കിടന്ന കാലണെങ്കിൽ വരയിലാണ്, അച്ഛനെ വരടാ, അവനെ ഒതുക്കി അവിടെ ഇരുത്തും. കാശുകാർക്ക് സംസാരിക്കാം. സാറ് പറയും, അപ്പൊ സാറ് സ്കൂളിൽ പോയിട്ടൊന്നുമില്ല, സാറിന് കുറച്ച് നോട്ട് പോക്കറ്റ് ഉണ്ട്, അതാണ് സാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. അങ്ങനെ സമ്പന്ന വർഗത്തിന്റെ കുപ്പകയായി ഇസ്ലാമിന്റെ ചില കാര്യങ്ങളൊന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ദേഷ്യം വരുമ്പോ നാം ശ്രദ്ധിച്ച് സംസാരിക്കില്ലെങ്കിൽ പ്രശ്നമാണ്. ഉമ്മയോട് ദേഷ്യം വരുമ്പോ എന്തെല്ലാം പറയും? ഉമ്മയോട് ദേഷ്യം വരുമ്പോ നമ്മൾ എന്തെല്ലാം പറയും? ശ്രദ്ധിക്കണം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ, പ്രസവിക്കപ്പെട്ട മക്കളെ, നമുക്ക് അല്ലാഹു തരുന്ന സ്വർഗ്ഗം ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ്. മറക്കാൻ പാടില്ല, ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് നമുക്കുള്ള സ്വർഗ്ഗം. അതുകൊണ്ട് ഉമ്മയോട് സംസാരിക്കുമ്പോ ദേഷ്യത്തോടെ സംസാരിക്കരുത്.
അപ്പൊ വാപ്പയോട് സംസാരിക്കുമ്പോ ദേഷ്യപ്പെടാമോ? പാടില്ല. വാപ്പയും ഉമ്മയും നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ്. നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ് അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ ഉപ്പയല്ലേ. ആ മാതാപിതാക്കളുടെ പൊരുത്തം നുസ്രത്തുൽ അനാമിന്റെ പ്രിയപ്പെട്ട സംഘാടകര് നേടിയെടുക്കണമെന്ന് വേദനയോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ഈ ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ ഒരു പുണ്യകാര്യമാണ്. അതിന് അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിഫലം വേണം മോനെ. ആരുടെയും കയ്യടി വേണ്ടടാ, ആരുടെയും ഒത്താശ വേണ്ടടാ. ജനങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തട്ടെ, പരിഹസിക്കട്ടെ, കളിയാക്കട്ടെ, ആരും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട. അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അല്ലാഹു അർശിന്റെ താഴെ ഒരുമിച്ച് കൂട്ടുന്ന യുവാക്കളുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഉണ്ടാവാനുള്ള കൊതിയോടുകൂടി ഞാൻ പറയുകയാണ്. ആരുടെയും സിമ്പതിക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ഉമ്മാടെയും ഉപ്പാടെയും പൊരുത്തം ഇതിന് നിർബന്ധമാണ്. ഈ രാത്രിയാണെങ്കിൽ ഈ രാത്രി തന്നെ നൊന്തു പ്രസവിച്ച ഉമ്മയോട് പോയി പറയണം, ഉമ്മ തടവ കുറ്റിപ്പുറത്ത് നുസ്രത്തുൽ അനാമിന്റെ പ്രവർത്തനം കൊണ്ട് അള്ളാന്റെ പൊരുത്തം നേടാൻ കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ പൊരുത്തക്കേട് എനിക്ക് തരല്ലേ, നിങ്ങളുടെ ഗുരുത്തക്കേട് എനിക്ക് തരല്ലേ. സംസാരിക്കുമ്പോ ദേഷ്യം വരുമ്പോ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ചയുണ്ടാകുന്നത് ഭാര്യക്ക് ദേഷ്യം വരുമ്പോ, ഭർത്താവിന് ദേഷ്യം വരുമ്പോഴല്ലേ. കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ച വരുന്നത് എപ്പോഴാണ്? നാളെ ഇൻഷാ അല്ലാഹ് ചേരാവള്ളി, എന്ത് സ്ഥലം? ചേരാവള്ളി, കായംകുളത്ത് ചേരാവള്ളിയിൽ നാളെ കുടുംബ ജീവിതമാണ് വിഷയം. ഭാര്യയും ഭർത്താവും അവരുടെ കടമകളും മൊത്തം പറഞ്ഞു തീർക്കാനൊന്നും നേരം കിട്ടൂല. എന്നാലും 2 മണിക്കൂർ കൊണ്ട് ഭർത്താവിന്റെ കടമകളായ ഒരു 5 എണ്ണം, ഭാര്യയുടെ കടമ ഒരു 3-4 എണ്ണം ഇത് പറഞ്ഞ് ദുആ ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ,